അത് പറയുന്നതിനൊപ്പം തന്നെ കേരളത്തിന്റെ ഒരു പൊതുചിത്രം കൂടി നമുക്ക് പ്രേക്ഷകരിലേക്ക് എത്തിക്കണം. പൊതുചിത്രം ഇങ്ങനെയാണ്: UDF വലിയ രീതിയിൽ മുന്നേറുന്നു എന്നുള്ളതാണ് പൊതുചിത്രത്തിൽ പറയുന്നത്. ഗ്രാമപഞ്ചായത്തുകളിൽ LDF 362 ഗ്രാമപഞ്ചായത്തുകളിൽ ഇപ്പോൾ ലീഡ് ചെയ്യുമ്പോൾ UDF 319 ഇഞ്ചോടിഞ്ചായി ഗ്രാമപഞ്ചായത്തുകളിൽ നിൽക്കുന്നു. ബ്ലോക്ക് പഞ്ചായത്തുകളിൽ LDF 70 ആണെങ്കിൽ UDF 65 തൊട്ടു പിന്നാലെയുണ്ട്. ജില്ലാ പഞ്ചായത്തുകളിൽ UDF-നാണ് ലീഡ്. 7 ജില്ലാ പഞ്ചായത്തുകൾ UDF ലീഡ് ചെയ്യുമ്പോൾ LDF-ന് 6 ജില്ലാ പഞ്ചായത്തുകളിലാണ് ലീഡുള്ളത്. മുനിസിപ്പാലിറ്റിയിൽ ബഹുദൂരം മുന്നിലാണ് UDF കേരളത്തിലാകെ 48 മുനിസിപ്പാലിറ്റികളിൽ ലീഡ് ചെയ്യുമ്പോൾ LDF 30 മുനിസിപ്പാലിറ്റികളിലാണ്. കോർപ്പറേഷനിലാണ് അതിശയകരമായ ഒരു ചിത്രം, UDF പോലും പ്രതീക്ഷിക്കാത്ത അതിശയകരമായ ചിത്രമുള്ളത്. UDF 4 കോർപ്പറേഷനുകളിൽ ലീഡ് ചെയ്യുമ്പോൾ LDF 1, NDA 1 എന്നുള്ളതാണ്. കേരളത്തിൽ ഭരണവിരുദ്ധ വികാരമുണ്ട്. കേരളത്തിൽ ശബരിമല വിഷയം ആളുകൾ ആഴത്തിൽ ചർച്ച ചെയ്തു. ക്ഷേമ പെൻഷൻ കൊണ്ട് മിനി ബജറ്റ് പ്രഖ്യാപിച്ചിട്ട് ഒരു കാര്യവുമില്ല. നിശ്ചയമായിട്ടും ഇതിനകത്ത് വലിയ തിരിച്ചടി LDF ഉണ്ടായിട്ടുണ്ട് എന്ന് പറയാൻ ഇനിയും ഈ ഘട്ടത്തിൽ മടിക്കേണ്ടതില്ല. ഇനി വല്ലതുമൊക്കെ സംഭവിക്കുകയാണെങ്കിൽ നമുക്ക് മാറ്റി പറയാം. പക്ഷേ ഇപ്പോൾ വലിയ തിരിച്ചടി LDF ഉണ്ടായിട്ടുണ്ടെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. UDF-ന്റെ വമ്പൻ മുന്നേറ്റമാണ്. 10 വർഷത്തെ പിണറായി വിജയൻ സർക്കാരിന്റെ ഭരണത്തിന് ശേഷം പൊതുവിൽ ഈ സർക്കാരിന്റെ ഭരണത്തിന് എതിരായിട്ടുള്ളൊരു വിരുദ്ധ വികാരം ഉണ്ട് എന്ന് തന്നെയായിരിക്കും UDF സ്വാഭാവികമായിട്ട് വിലയിരുത്തുക. എനിക്കൊന്ന് ലിജോ വർഗീസ് കേരളത്തിൽ UDF തരംഗം ഉറപ്പിക്കാമോ? തീർച്ചയായും അത് വേണം, അങ്ങനെ തന്നെ വേണം ഈ ഘട്ടത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. 14 ജില്ലകളിൽ നിന്നും വരുന്ന വാർത്തകൾ ഏതാണ്ട് അങ്ങനെ തന്നെയാണ്. നമുക്കിപ്പോൾ ലഭിക്കുന്ന വിവരം അനുസരിച്ച് 6 കോർപ്പറേഷനുകളിൽ 4 എണ്ണത്തിലും UDF ആണ് ലീഡ് ചെയ്യുന്നത്. ഒരെണ്ണത്തിൽ LDF-ഉം, അതായത് അത് ഉള്ളത് കോഴിക്കോടാണ്. അവിടെ തന്നെയും വളരെ ചെറിയ സീറ്റുകൾക്ക് മാത്രമായിട്ടാണ് ഇപ്പോൾ ലീഡ് ചെയ്യുന്നത്. അവിടെ തന്നെ ഇപ്പോഴത്തെ ചെയർപേഴ്സൺ സ്ഥാനാർത്ഥിയായിട്ടുള്ള അല്ലെങ്കിൽ മേയർ സ്ഥാനാർത്ഥിയായിട്ടുള്ള ആളുകൾ പോലും ട്രയൽ ചെയ്യുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തുന്നു. തിരുവനന്തപുരത്ത് NDA ലീഡ് ചെയ്യുന്നു. മറ്റ് 4 സ്ഥലങ്ങളിലും, അതായത് കൊല്ലത്തും അതോടൊപ്പം തന്നെ കൊച്ചിയിലും തൃശ്ശൂരും ഇപ്പോൾ ലീഡ് ചെയ്യുന്ന, കണ്ണൂരും ലീഡ് ചെയ്യുന്നത് UDF ആണ്. ആ തരത്തിൽ ഒരു കൃത്യമായ തരംഗം നമുക്ക് കാണാം. അത് കോർപ്പറേഷനിൽ മാത്രമല്ല, ജില്ലാ പഞ്ചായത്തുകളിൽ അത്തരത്തിൽ വലിയ തരത്തിലുള്ള മുന്നേറ്റം UDF ഇപ്പോൾ ഉണ്ടാക്കിയിരിക്കുന്നു. ബ്ലോക്ക് പഞ്ചായത്ത് കണക്കുകൾ വരുമ്പോഴും അത് അങ്ങനെ തന്നെയാണ്. UDF പല സ്ഥലങ്ങളിൽ നിന്നും LDF-ന്റെയും NDA-യുടെയും സിറ്റിംഗ് സീറ്റുകൾ പിടിച്ചെടുക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ മാറിയിരിക്കുന്നു എന്നുള്ളതാണ്. പാലക്കാട് നഗരസഭയിൽ അത് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നു. തിരുവനന്തപുരം കോർപ്പറേഷനിലും സജീവമായി തന്നെ ഇപ്പോൾ ഏതാണ്ട് 12 സീറ്റുകളിലേക്ക് അവരുടെ ലീഡ് നില, അതായത് 10 സീറ്റുകളെങ്കിലും വിജയിക്കുമോ എന്ന് തോന്നിയെടുത്തു നിന്നാണ് ഇപ്പോൾ UDF വലിയ തരത്തിലുള്ള നേട്ടം അവിടെ ഉണ്ടാക്കുന്നത്. തൃശൂർ കോർപ്പറേഷനിൽ ഭരണം ഉറപ്പിച്ചു കഴിഞ്ഞിരിക്കുന്നു UDF. കൊച്ചി കോർപ്പറേഷനിൽ ഭരണം ഉറപ്പിച്ചു കഴിഞ്ഞിരിക്കുന്നു UDF. അങ്ങനെ എല്ലാ ഇടങ്ങളിലും വളരെ ശക്തമായി, അല്ലെങ്കിൽ തോറ്റു പിന്മാറി പോകേണ്ടി വരുമെന്ന് വിചാരിച്ചിരിക്കുന്ന റിജിൽ മാക്കുറ്റിയെ പോലുള്ള ആളുകൾ വിജയിച്ച് കയറി വരുന്ന സാഹചര്യം ഉണ്ടാകുന്നു. അതോടൊപ്പം തന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം, പലയിടങ്ങളിലും വളരെ താഴ്ന്ന നിലയിലേക്ക് LDF-ന്റെ സീറ്റ് നില പോകുന്നതും നമുക്കിപ്പോൾ കാണാൻ കഴിയും. അതാണ് നിലവിലെ സാഹചര്യം. കൊച്ചിയിലെ UDF-ന് സമഗ്ര ആധിപത്യമാണ്, വൻ മുന്നേറ്റമാണ്. അതുപോലെ പേട്ടയില് LDF സ്ഥാനാർത്ഥി SP ദീപക് ജയിച്ചു എന്നൊരു അപ്ഡേറ്റ് ഒരു പ്രേക്ഷകൻ ചോദിക്കുന്നുണ്ട്. സിദ്ദിഖ് എന്ന് പറയുന്ന പ്രേക്ഷകൻ സനീഷിനോട് ചോദിക്കുന്നുണ്ട്, സനീഷ് നമ്മുടെ പാനൂർ പറയൂ എന്ന് പറയുന്നുണ്ട്. പാനൂരിന്റെ വാർത്ത നമുക്ക് പറയാം. UDF-ന് വൻ വിജയം ഉണ്ടായിട്ടുണ്ടാവും. അത് UDF-ന്റെ നഗരസഭയാണ്, ഉറപ്പായിട്ടും അവർ ജയിക്കും. പ്രത്യേകിച്ച് മുസ്ലിം ലീഗിന്റെ വലിയ ശക്തി കേന്ദ്രമാണ് അവിടെ. സ്വാഭാവികമായിട്ട് അവർ ജയിക്കും. പ്രത്യേകിച്ചും ഇത് പൊതുവിൽ ഒരു UDF അനുകൂല തെരഞ്ഞെടുപ്പ് വിധിയാണല്ലോ സംസ്ഥാനത്തെമ്പാടൊന്നും വരുന്നത്. പാനൂർ മറ്റൊന്നും ഉണ്ടാകാനുള്ള സാധ്യതയില്ല. അവിടെ ഒരു കാര്യമേ നോക്കേണ്ടതുള്ളൂ, BJP ഏതെങ്കിലും തരത്തിൽ ഇൻട്രോഡ്സ് വല്ലതും ഉണ്ടാക്കിയിട്ടുണ്ടോ, അല്ലെങ്കിൽ അവർക്ക് വല്ല മുന്നേറ്റം ഉണ്ടായിട്ടുണ്ടോ? പ്രത്യേകിച്ച് പാനൂരിന്റെ കാര്യം കൂടി. നിഖിലെ, പാനൂർ എന്താണ് സംഭവിക്കുന്നത്? പൊതുവിൽ കണ്ണൂരിൽ ഈ ജില്ലാ പഞ്ചായത്താണ് ഏറ്റവും ശ്രദ്ധേയമായ രീതിയിൽ കാര്യങ്ങൾ പോയിരുന്നത്. നേരത്തെ 17-7 എന്ന നിലയിൽ ഉണ്ടായിരുന്നിടത്ത് നിന്ന് 13-12 എന്ന നിലയിലൊക്കെ പോകുന്ന രീതിയിലുണ്ട്. മാത്രമല്ല പെരളശ്ശേരിയിൽ LDF-ന്റെ ബിനോയ് കുര്യൻ, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് പരിഗണിക്കപ്പെടുന്ന ബിനോയ് കുര്യൻ പിറകോട്ട് പോകുന്ന സാഹചര്യം വന്നു. ഇപ്പോഴത് മാറ്റം വരുന്നു. അങ്ങനെ കണ്ണൂരിന് പ്രതീക്ഷിക്കാത്ത രീതിയിൽ ചില സീറ്റുകൾ LDF-ന് ലീഡ് നില വരുമ്പോൾ ഉണ്ട് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. മറ്റൊന്ന് കണ്ണൂർ കോർപ്പറേഷനാണ്. കണ്ണൂർ കോർപ്പറേഷനിൽ 3ാമത്തെ ഡിവിഷനിലും ഇപ്പോൾ NDA ലീഡ് ചെയ്യുന്നു എന്നുള്ളതാണ്. 3 ഡിവിഷൻ, അതായത് 2 ജയിച്ചു കഴിഞ്ഞു. 3ാമത് ടെമ്പിൾ ഡിവിഷനിൽ കൂടി ലീഡ് ചെയ്യുന്നു. അവിടെ 19 UDF ലീഡ് ചെയ്യുന്നുണ്ട്. LDF ആണ്. ശരി നിഖിലെ, പാലക്കാട് UDF മുന്നേറ്റം, പാലക്കാട് BJP-യെ കൈവിടുകയാണോ? കേരളത്തിൽ BJP മുന്നേറ്റം കാഴ്ചവെക്കുമ്പോൾ പോലും UDF പാലക്കാട് അവരുടെ പ്രധാനപ്പെട്ട നഗരസഭ
പിടിച്ചെടുക്കുന്നു എന്ന പ്രതീതി ഉണ്ടാകുന്നുണ്ട്. നിസ്സാരമായ കാര്യമേ അല്ല കേട്ടോ ബിനിലെ. അതായത് പാലക്കാട് പോലൊരു സ്ഥലത്ത് UDF മുന്നേറ്റം ഉണ്ടാക്കുന്നു, BJPക്ക് മേൽ മുന്നേറ്റം ഉണ്ടാക്കുന്നു വെച്ചാൽ വലിയ സൂചനകളാണ് നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് അത് നൽകുന്നത്. മാത്രമല്ല സനീഷ്, ആ കൗണ്ട് എന്ന് പറയുന്നത് UDF 11, NDA 7, LDF 6, തൊട്ട് പിന്നിലുണ്ട് LDF. അതാണ് ആ നിലക്ക് വളരെ ടൈറ്റായി മാറിയിരിക്കുകയാണ്. BJPക്ക് വമ്പൻ തിരിച്ചടിയാണ് ആ അർത്ഥത്തിൽ. നമ്മൾ പൊതുവിൽ പറയുമ്പോൾ UDFന്റെ വൻ മുന്നേറ്റം എന്ന് പറയാവുന്ന ഒരു നില നിശ്ചയമായിട്ട് ഇപ്പോൾ ഭരിക്കുന്ന മുഴുവൻ പഞ്ചായത്തിലെ UDFനാണ് കേട്ടോ ലീഡ് 2020 എല്ലാം. പിന്നെ അതുപോലെ തന്നെ തിരുവല്ല നഗരസഭയിലെ BJPയുടെ മുന്നേറ്റമുണ്ട്. 6 വാർഡുകൾ BJP ജയിച്ചിട്ടുണ്ട്. അതിനൊപ്പം വരുന്ന ഇപ്പോഴത്തെ പുതിയൊരു ലീഡ് എന്ന് പറയുന്നത്, ഒരു അപ്ഡേറ്റ് എന്ന് പറയുന്നത്, നമ്മുടെ ജോസ് കെ മാണിയുടെ വാർഡിൽ LDF സ്ഥാനാർത്ഥി തോറ്റിരിക്കുന്നു. അതും പാലാ നഗരസഭയിലെ 22-ാം നമ്പർ വാർഡിൽ. അപ്പൊ അതിലൂടെ ഞാൻ കടത്തിയ ഒരു കാര്യം പറയട്ടെ, ജോസ് കെ മാണി പാലേ മത്സരിക്കില്ല. എന്റെ അഭിപ്രായമാണ്. നമുക്ക് നോക്കാം. ഇതിനകത്ത് ഒരു കാര്യം പെട്ടെന്ന് നമ്മൾ നേരത്തെ വിട്ടുപോയതേ, എറണാകുളത്ത് ക്ഷീണിച്ചെങ്കിലും 2020 ഇടുക്കിയിൽ ഒരു സ്ഥലത്ത് മാങ്ങ ചിഹ്നത്തിലാണ് ചിലത്. അതായത് ഈ മുഖ്യധാരാ പാർട്ടികൾ, വലിയ പാർട്ടികൾക്കകത്ത് മാത്രമല്ല, നമ്മുടെ സൈഡിലെ പാർട്ടികൾക്കകത്തും പലതും സംഭവിക്കുന്നുണ്ട് കേട്ടോ. ദീപ്തി വേദി വർഗീസിന്റെ വിജയം വരുന്നുണ്ട്. ഇപ്പോ നമ്മുടെ അജിത്ത് ഉണ്ട്. അജിത്തെ, പാലക്കാട് എന്താണ് അജിത്തെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? പാലക്കാട് BJPയുടെ ഒരു വൻ മുന്നേറ്റം, അല്ലെങ്കിൽ അവർക്ക് വലിയ ശക്തിയുള്ള കേന്ദ്രം എന്നത് പിന്നോട്ട് പോവുകയാണോ? UDF ശക്തി ഉറപ്പിക്കുകയാണോ അവിടെ? രണ്ടാം റൗണ്ട് പൂർത്തിയായപ്പോൾ നേരത്തെ നമ്മൾ അടുത്തടുത്ത നമ്പറാണ് പറഞ്ഞിരുന്നെങ്കിൽ ഇപ്പോൾ അങ്ങനെയല്ല. UDF 11 സീറ്റുകളിൽ, NDA 7 സീറ്റുകളിൽ, LDF 6 സീറ്റുകളിൽ. അതായത് UDF കൃത്യമായ ഒരു ലീഡിലേക്ക് ഉയർന്നിരിക്കുന്നു. ഒരു പ്രധാനപ്പെട്ട കാര്യം, ഒരു നിമിഷം ഞാൻ തിരിച്ചു. പാനൂർ നഗരസഭ തിരിച്ചു പിടിച്ചു കേട്ടോ LDF. ഞാൻ പറഞ്ഞ വലിയ കാര്യമാണ്. പാനൂർ നഗരസഭ LDF തിരിച്ചു പിടിച്ചിരിക്കുന്നു. 21 ഇടത്ത് ലീഡാണ്, 16 ഇടത്ത് മാത്രമേ UDF ഉള്ളൂ, 3 ഇടത്ത് NDA. അവിടെ നമ്മൾ തൊട്ടു മുമ്പ് പോലും പറഞ്ഞപ്പോൾ എന്താണ് ശക്തി കേന്ദ്രമാണ് അവിടെ. UDFനൊന്നും സംഭവിക്കില്ല എന്ന് കരുതിയെങ്കിൽ പക്ഷേ അത്ഭുതകരമായിട്ടുള്ള വൻ വിജയം ഉണ്ടാക്കിയിരിക്കുന്നു. പാനൂർ നഗരസഭയിൽ LDF 21 ഇടത്താണ് ലീഡ് ചെയ്യുന്നത്, 16 ഇടത്ത് മാത്രമേ UDF ഉള്ളൂ. അത് കണ്ണൂരിലൊരു വലിയ മാറ്റമാണ് പാനൂർ നഗരസഭയിൽ. ഈ കട്ടപ്പനയിൽ LDF UDF സംഘർഷം എന്നൊരു വാർത്ത കൂടെ ഉണ്ട്. EM അഗസ്തിയെ LDF പ്രവർത്തകർ കൂകി വിളിക്കുന്നത്. അതേ സമയം തന്നെ പറയേണ്ടതുണ്ട്, പാലക്കാട് പറയുന്നത് പോലെ പറയേണ്ടത് പന്തളത്താണ്. പന്തളത്ത് UDF 5 ഇടത്ത് ലീഡ് ചെയ്യുകയാണ്, BJP 3 ഇടത്തേ ഉള്ളൂ, 2 ഇടത്താണ് LDF. തിരിച്ചടിയാണ് പാലക്കാടും അതെ, പന്തളത്തും അതെ. തിരിച്ചടിയാണ് BJPക്ക് എന്ന കാര്യത്തിൽ സംശയമില്ല. നല്ല പലതരത്തിലുള്ള അത്ഭുതങ്ങളാട്ടോ വരുന്നത്. ഈ പാനൂരൊക്കെ നമ്മൾ നേരത്തെ തൊട്ട് മുമ്പ് പറഞ്ഞത് UDFന് മൊത്തം സംസ്ഥാനത്തെമ്പാടും വലിയ വിജയം ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായിട്ടും അവിടെ അവർ കയറി പോകുമല്ലോ എന്ന് കരുതിയെങ്കിൽ പക്ഷേ തിരിച്ചാണ്ടായി. നമ്മൾ ഈ തിരഞ്ഞെടുപ്പിന്റെ ഘട്ടത്തിൽ നമ്മൾ പറഞ്ഞായിരുന്നു PV അൻവർ ഒരു ഫാക്ടർ ആവോ അല്ലോ ചോദിച്ചിരുന്നു. പക്ഷേ PV അൻവറിന്റെ എടവണ്ണ പഞ്ചായത്തിൽ LDFന് ഭരണം നഷ്ടപ്പെട്ട് UDF പിടിച്ചെടുത്തിട്ടുണ്ട്. UDF പിടിച്ചു അവിടെ. സ്വാഭാവികമായിട്ട് അൻവർ UDFനൊപ്പം ആയിരിക്കുമല്ലോ. UDFന്റെ വോട്ടപ്പാടെ വന്നു. ശ്രീരാജ് ഉണ്ട് വിവരങ്ങൾ. ശ്രീരാജ്, വിവരങ്ങൾ എങ്ങനെയാണ്? ഇല്ല, ശ്രീരാജിലേക്ക് വരാം. കൊല്ലം കോർപ്പറേഷനിൽ ഫലം അറിഞ്ഞിട്ടുള്ള 15 ഡിവിഷനുകളിൽ UDF 10, LDF 3, NDA 2. കൊല്ലമൊക്കെ ഇങ്ങനെ UDF ലീഡ് ചെയ്യുന്നു ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല. വലിയ തിരിച്ചടിയാണത്. നമുക്ക് രാഷ്ട്രീയമായിട്ട് അങ്ങേയറ്റം കൗതുകമുള്ള ഒരു തെരഞ്ഞെടുപ്പ് വിധിയാണ് നമ്മുടെ മുന്നിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. പ്രേക്ഷകരും നമ്മളും ആലോചിക്കേണ്ടുന്ന ഒരു കാര്യം, സമീപകാല ചരിത്രത്തിലെ ഏറ്റവും വ്യത്യസ്തയാർന്ന ഒരു തെരഞ്ഞെടുപ്പ് വിധിയാണ് നമ്മുടെ മുന്നിൽ ചുരുളഴിഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ആ നിലക്ക് തന്നെ വളരെ കാര്യമായിട്ട് നമ്മൾ കാണണം, ഇതിന്റെ വിശകലനം ചെയ്യണം. സ്വാഭാവികമായിട്ടും രാഷ്ട്രീയ പാർട്ടികളും ചെയ്യും. നിയമസഭ 10 വർഷത്തെ ഭരണം ഉള്ളിടത്ത് നിന്ന് ഇങ്ങനെ വല്ലാതെ മാറുക. ഇപ്പൊ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ വളരെ വ്യത്യാസമുള്ള കാര്യമാണ്. സനീഷ് പറഞ്ഞ പോലെ തന്നെ ഇത് ഏറ്റവും ആഴത്തിൽ വിശകലനം ചെയ്യാൻ പോവുകയും സ്വയം പഠിക്കാൻ പോവുകയും ചെയ്യുന്ന CPM ആയിരിക്കും, LDF ആയിരിക്കും. കാരണം നിയമസഭാ തെരഞ്ഞെടുപ്പ് അവർക്ക് പ്രധാനപ്പെട്ടതാണ്. അതാണ് നമ്മൾ ഇതിന് തൊട്ടു മുമ്പ് വരെ കണ്ട ഈ രാഷ്ട്രീയ സംഭവങ്ങളിലെല്ലാം UDFന് ഒരു സ്റ്റെപ്പ് പിന്നിലായിരുന്നു. അതായത് വലിയ മുഖ്യമന്ത്രി സ്ഥാനത്തുള്ള വലിയ നേതാവ് അവിടെ ഉണ്ട്, അവരൊറ്റക്കെട്ടായിട്ട് പോവുകയാണ്. ഒരുപാട് ക്ഷേമ പ്രവർത്തനങ്ങളുണ്ട്. അങ്ങനെ LDFന് കുറ്റമൊന്നും പറയാനില്ലാത്തതും പിന്നെ ഒടുവിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയം പോലുള്ള കാര്യങ്ങൾ വന്നു. ഏറ്റവും ഒടുവിലാണ് ഈ സ്വർണ്ണപ്പാളി വിഷയം വന്നത്. അതുവരെയെല്ലാം LDF ഇങ്ങനെ അടിച്ചടിച്ച് നിൽക്കുകയാണെന്ന് തോന്നലുണ്ടായപ്പോൾ UDFന് പലവിധ പ്രശ്നങ്ങളായിരുന്നു. ഒരാൾ ഒരു അഭിപ്രായം പറയുമ്പോൾ മറ്റൊരാൾ മറ്റൊരു അഭിപ്രായമാണ് പറയുക. അങ്ങനെ കുഴപ്പങ്ങൾക്കകത്തായിരുന്നു. പക്ഷേ ജനം UDFനെ പതുക്കെ സ്വീകരിക്കുന്നു എന്ന കാഴ്ചയാണ് നമ്മൾ ലോക്കൽ ബോഡി ഇലക്ഷനിൽ ഇപ്പം കാണുന്നത്. അതുകൊണ്ട് തന്നെ ചരിത്രപരമാണ്. എന്നാൽ ഇത് ഇങ്ങനെ തന്നെ ഉണ്ടാകുമോ എന്ന് നമുക്കറിയില്ല. പക്ഷേ സ്വാഭാവികമായിട്ടും വിശകലനം ചെയ്യുമല്ലോ എല്ലാം. നമുക്കൊരു തീരുമാനത്തിലെത്താൻ